ചെയിന് ആദ്യം കറക്റ്റ് പൊസിഷൻ ആക്കണം. അതായത് ത്രെഡ് ചെയിനോട് മുട്ടിച്ച് വെക്കണം. വീഡിയോ ശ്രദ്ധിച്ച് കാണുക, നോക്കുക എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റാക്കി നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യുക. ചെറിയ ആ ചെയിനോട് മുട്ടിച്ച് വെക്കണം ചെയിൻ കേട്ടോ. ഒരു തരി ഗ്യാപ്പില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് മുട്ടിച്ച് വെക്കുക. ടൈറ്റ് ചെയ്ത് നമുക്ക് ചെയിന് ലോക്കില്ലാത്ത സാധനങ്ങൾ കണ്ണെടുക്കാൻ സിമ്പിളായിട്ട് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണി വിട്ടുണ്ടാവില്ല. കണ്ണി അപ്പുറത്തേക്ക് ലോക്ക കൂടെ മുമ്പോട്ടുള്ള ടൂള് മാറിക്കും. ഈ സാധനം സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അതേ സാധനത്തിന് നമുക്ക് ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇനി ഇതേ സാധനം നമുക്ക് ഇതിലേക്ക് തന്നെ കയറ്റാം. പിന്നെ നമ്മൾ അതിൽ തന്നെ കയറ്റിയത് 2 സ്റ്റെപ്പാണ്. ഒന്ന് നമുക്ക് പഞ്ച് ചെയ്യാനും ഒന്ന് നമുക്ക് ഊരിയെടുക്കാനും സ്റ്റോപ്പർ എടുക്കാനും. ഇത് കണ്ണിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതേ പൊസിഷനിൽ നമുക്ക് ഇത് അങ്ങോട്ട് കയറ്റാൻ പറ്റും. അതായത് ഈ ഹോളിലേക്ക് ആദ്യം കയറ്റും. ഇതിൻ്റെ ഹോളിലേക്ക് കാണിച്ചു തരാം. ചെറിയ നോബ് പിന്നിൻ്റെ നോബ് ലൂസാക്കി വയ്ക്കുക. ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിലേക്ക് പിന്നെ കറക്റ്റായിട്ട് കയറി പോകണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറി ഇരിക്കാമെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ചെയിനിൻ്റെ തല കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ണിന് ഉള്ളിലേക്ക് തള്ളി കയറ്റി കൂടെ ചെയ്യണം കേട്ടോ. കണ്ണിന് ഉള്ളിലേക്ക് തള്ളി കയറ്റി കൊടുക്കുക ചെയ്യും. ഇത് എടുത്ത കണ്ണിന് തിരിച്ചങ്ങോട്ട് കറക്റ്റാക്കി കയറ്റി നിർത്താൻ ചെയ്യുന്നത്. റിവിറ്റ് ചെയ്യില്ല പോണ ഇപ്പം ഇനി റിവിറ്റ് അടിക്കേണ്ട ഘട്ടങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ റിവിറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ കട്ടൗടെ കാണിച്ചിരുന്നു, അതാണ് ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇവിടുന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യും കേട്ടോ. കറക്റ്റാക്കുക. ഇപ്പോൾ റിവിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ ചെയ്യണമെന്ന് നോക്കുക. ഓക്കെ, റിവിറ്റ് അടിച്ച് കഴിഞ്ഞു. ആ ഭാഗമാണ് കാണിക്കുന്നത്. ഭാഗം അവിടെ കൈ വെച്ച് ഇപ്പോൾ റിവിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ ചെയ്യണം നോക്കാം. റിവിറ്റ് അടിച്ച് കഴിഞ്ഞു. ആ ഭാഗം കാണിക്കുന്നത് റിവിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ സൈഡിൽ വയ്ക്കുന്നത് രണ്ട് സൈഡും വയ്ക്കാം. ഇത് സ്റ്റോപ്പർ താക്കാനും ഇപ്പുറത്ത് മട്ടത്തിന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോക്കായിട്ട് സെൻറ്റർ പ്രസ് ആവും. സെൻറ്റർ പ്രസ് ഇതാണ് മെയിനായിട്ട് റിവിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഊരി എടുക്കാൻ ഇത് മട്ടത്തിന് വയ്ക്കുക, ഹോള് കറക്റ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ചെറിയ ചെയിനാണെങ്കിലും വലിയ ചെയിനാണെങ്കിലും ഇതിൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സാധനം കൂടി വരും ചെറിയ ചെയിൻ അഴിക്കാനും. ഇത് ബുള്ളറ്റ് വലിയ വണ്ടികളുടെ ഒക്കെ അഴിക്കാൻ പറ്റുന്ന നോവാണ് വലിയ ബിറ്റ്. ഇതിൻ്റെ ചെറിയ ബിറ്റ് വരുന്നുണ്ട്. ഈ ചെറിയ ബിറ്റാണെങ്കിൽ നമുക്ക് ചെറിയ ചെയിൻ, അതായത് പാഷൻ മുതൽ 100cc